കുറേ ആയിട്ടൊരു പൂതി ഉണ്ടായിരുന്നു കേട്ടോ. താള് കാണുമ്പോൾ ഇങ്ങനെ താളുണ്ടാക്കണം, താള് വെച്ച് കൂട്ടണം എന്നൊക്കെ. അപ്പോൾ ഇന്ന് എന്തായാലും വേണ്ടിയില്ല, താള് ഞാൻ ഇങ്ങനെ പുറേ പോയ സമയത്ത് നമ്മൾ തൊടുന്ന് കുറച്ച് പറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഇതേപോലെ ഉമ്മച്ചി നേരാക്കി തന്നിരുന്നു. ബാക്കി ഞാനിവിടെ വന്നിട്ട് കുറച്ച് നേരാക്കാണ് കേട്ടോ. കുറച്ച് നമ്മൾ അപ്പുറത്തെ അടുത്തുള്ളൊരു താത്തണ്ടവർക്ക് കൊടുത്ത്, പിന്നെ കുറച്ച് ഉമ്മച്ചിക്കും കൊടുത്തിരുന്നു കേട്ടോ. അവിടെ വരയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കി ഞാനും കൊടുന്ന് അങ്ങനെ അതാ ഉണ്ടാക്കാൻ എനിക്കറിയില്ല കേട്ടോ. അത് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കറിയില്ല. അപ്പം അമ്മച്ചിനോടൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യമൊക്കെ ഭയങ്കര നമ്മൾ ഇഷ്ടം, പിന്നെ കാരണം എന്താണെന്നറിയില്ല ആദ്യം കേട്ടോ. നിന്ന സ്ഥലത്തായിരുന്നപ്പോൾ തൊടുവിൽ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും വലിയൊരു എന്താ പറയുക, വലിയൊരു ഇഷ്ടവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇടയ്ക്കൊരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഞാൻ വീഡിയോസ് ഞാൻ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയൊരു പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ ആ തൊടുവിലൊക്കെ നിറയെ ഉണ്ടായിരുന്നു സംഭവം. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ അവിടുന്ന് മാറിയല്ലോ. മാറിയപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും അടുത്തൊന്നും കിട്ടാനില്ല കേട്ടോ. അപ്പോൾ ടൗണിലായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ കിട്ടാനൊരു വഴിയുമില്ല. ഇത് നമ്മൾ അങ്ങനെ തൊടു പോയ സമയത്ത് പിന്നെ അവിടുന്ന് പറിച്ചതാണ് കേട്ടോ. അവിടെ വയലിൽ നിന്ന് പറിച്ചതാണ്. അപ്പോൾ പിന്നെ അതായത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അതിൻ്റെ തളിർ ആണ് പറിക്കുക എന്ന് കേട്ടോ പറഞ്ഞത്. അതിൻ്റെ മൂത്തതല്ല പറിക്കുക, അതിൻ്റെ തളിരിലയാണ് കേട്ടോ. തളിർത്ത് വന്നിട്ടുള്ളൊരു ലൈറ്റ് കളറായിട്ടുള്ളൊരു തണ്ടുള്ള ഇതാണ് നമ്മൾ പറിച്ച് കറിക്ക് ഉപയോഗിക്കുക. അല്ലെങ്കിൽ അത് ചൊറിയും എന്നുള്ളതാണ് കേട്ടോ പറയാറ്. പിന്നെ ഈ ഒരു കർക്കിടക മാസമാണല്ലോ ഇത്. അപ്പം നമ്മൾ പച്ചക്കറികൾ ഇതേപോലത്തെ ഇലവർഗ്ഗങ്ങൾ തണ്ടുവർഗ്ഗങ്ങളൊക്കെ നമ്മൾ കഴിക്കണം എന്നുള്ളതാണ്. കർക്കിടകത്തിൽ പത്തല കൂട്ടി ഉപ്പേരിയോ കറിയൊക്കെ വെക്കണം എന്നൊക്കെ ഉള്ളൊരു അതുണ്ടല്ലോ. പിന്നെ ഇതാ ഇതിൻ്റെ ആ ഒരു തളിരില ഉണ്ടല്ലോ, ആ ഒരു ഇലയും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഇതേപോലെ എരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ മൺചട്ടിയിൽ വെക്കണം കേട്ടോ. അടുപ്പത്തെ മൺചട്ടിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം രാത്രിക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ തലേ ദിവസം കൊടുന്ന് വെച്ചതാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് രാത്രി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് ബിരിയാണിയും ഒക്കെ ഉണ്ട് കാര്യങ്ങൾ. പക്ഷേ എന്തോ ഇത് നാശമായി പോയാലോ എന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ വേഗം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അടുപ്പത്തേക്ക് പോയിട്ടില്ല കേട്ടോ. അടുപ്പൊക്കെ ഇനി കത്തിച്ച് വരുമ്പോഴത്തേക്കും സമയമാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുക്കറിൽ ഗ്യാസിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൽ ഒന്ന് ഇട്ട് നോക്കാം അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാമല്ലോ. അങ്ങനെ 2 വിസിലിന് ഇടാമെന്ന് വിചാരിച്ചു. താളായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഉടഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, കാണാനും കഴിക്കാനും വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരുവിധം ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ അരച്ച് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. പിന്നെ പുളി മസ്റ്റായിട്ട് ഇതിന് ചേർക്കണം. പുളിയാണ് ഇതിൻ്റെ ആ ഒരു ഹൈലൈറ്റ് കേട്ടോ. പുളി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എന്താ ചൊറിയാതിരിക്കാനാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ചൊറിയും എന്നൊക്കെ പറയുന്നത്. നമ്മളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് തൊണ്ടയൊക്കെ ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക. അപ്പോൾ നമ്മൾ തളിരിലയും പറിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കുക്കറിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. കുക്കറിൽ നിറയെ ഉണ്ട് കേട്ടോ. ഇത് വെന്ത് കഴിയുമ്പോൾ ഒന്ന് ഉടയും കേട്ടോ.
ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് വേഗം അടുപ്പത്ത് വെക്കാൻ കേട്ടോ. പിന്നെ നമുക്ക് പുളിയൊന്ന് പിഴിഞ്ഞ് വെക്കാം. വാളംപുളിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മുടെ ഇതൊരു 2 വിസിലായപ്പോഴത്തേക്ക് അത് അതേപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഉടഞ്ഞ ഇത് എനിക്ക് വലിയൊരു ഇത് പോരല്ലോ കേട്ടോ, പോരാ. കാരണം അങ്ങനെ ഉടയാണ്ട് ഇങ്ങനെ ആ ഒരു തണ്ട് ഇങ്ങനെ കിടക്കണത് നല്ല രസമാണ്. പിന്നെ അങ്ങനെ എടുത്ത് ഓരോന്നോരോന്നായിട്ട് കഴിക്കാനൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമുണ്ട് കേട്ടോ. അങ്ങനെ ഞാനത് ആ പുളിയൊക്കെ ഒന്ന് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇച്ചിരി പിന്നെ തേങ്ങയും കൂടി അരക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ചിരവി എടുക്കണം. അപ്പോൾ അതാ പിന്നെ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ചെറിയുള്ളിയും പിന്നെ ഒക്കെ ഒന്നിട്ടിട്ട് താളിച്ചെടുക്കുക കേട്ടോ വെളിച്ചെണ്ണയിൽ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനൊന്ന് താളിച്ചെടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.